ഓരോ നാടിനെയും ആ നാടിനെ നാടാക്കി മാറ്റിയ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം പഞ്ചായത്തിലെ കുളപ്പുറത്തിന് അത്തരത്തിലൊരു വ്യവസായ കഥയാണ് പറയാനുള്ളത്. ഇന്ന് ഒരു നെയ്ത്ത് കമ്പനിയുടെ കഥയാണ്. സ്വാതന്ത്ര്യത്തിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് തദ്ദേശീയരായ ആളുകൾ തന്നെ ആറോൻ എന്ന് പറയുന്ന ഒരു കുടുംബം ഈ കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കുളപ്പുറത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു നെയ്ത്ത് കമ്പനി, ആറോൻ കമ്പനി. പതിറ്റാണ്ടുകളോളം ഇവിടെ ഇതിൻ്റെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. 4 ഷിഫ്റ്റുകളിലൊക്കെ ആയ ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഇതിപ്പോൾ ഒരു വൈകുന്നേര സമയത്താണ് നമ്മൾ ഈ ന്യൂസ് ഷൂട്ട് ചെയ്യുന്നത്. ഈ വഴിത്താരയിലൂടെ 100 കണക്കിന് തൊഴിലാളികൾ പോയിരുന്ന ഒരു പ്രതാപകാലം ഈ നാടിന് ഓർമ്മയുണ്ട്. അവിടുത്തെ സൈറൻ, ഓരോ ഷിഫ്റ്റിനുമനുസരിച്ച് മുഴങ്ങുന്ന സൈറൻ കേട്ടുകൊണ്ട് ഈ നാട്ടുകാർ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ഒരു കാലമുണ്ട്. അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത് ഇവിടുത്തെ സൈറന്റെ സമയത്തിനനുസൃതമായിട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വൈകാരികമായി ഈ നാട്ടുകാർ പറഞ്ഞു വെക്കുന്ന വലിയൊരു ബന്ധമുണ്ട്. എനിക്ക് തൊട്ടടുത്ത് കാണുന്നത് ഒരു ഭീമൻ കിണറാണ്. ആ നെയ്ത്ത് കമ്പനിയിലേക്ക് ഡൈയിങ് യൂണിറ്റിനൊക്കെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതൊക്കെ നിവർത്തിച്ചു കൊടുത്തിരുന്ന ഭീമൻ കിണറുകളാണ്. ഈ കിണറിന് പോലും ഇവിടുത്തെ നാട്ടുകാരുടെ വൈകാരികമായ ഒരു അടുപ്പത്തിന്റെ കഥ പറയാനുണ്ട്. അത്തരത്തിലുള്ള ഒരു കുളപ്പുറത്തിന്റെ ആറോൺ കമ്പനിയുടെ ഇപ്പോ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം കണ്ണൂരിലെ മസ്കോട്ട് കമ്പനിയുടെ കൈവശത്താണ് ഈ കെട്ടിടമുള്ളത്. ഇവിടെ ഇപ്പോഴും ഡൈയിങ് യൂണിറ്റ് ഒക്കെ ചെറിയ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ മെഷീനറിയും ഇപ്പോഴും വർക്കിംഗ് ആണ്. അങ്ങനെ വലിയ ഒരു കഥയാണ്. ആ കഥ നമ്മളോട് എം ശ്രീധരേട്ടൻ പറയുകയാണ്. കുളപ്പുറം കമ്പനിയുടെ ആദിമ ചരിത്രം പറയുന്നത് കേട്ടറിവല്ലാതെ ലിഖിത രൂപത്തിൽ ആ ഒരു ചരിത്രം ഇന്നേ വരെ രേഖപ്പെടുത്തപ്പെട്ടതായി എനിക്കറിവില്ല. 1928കളിൽ ആറോൻ ഈ പ്രദേശത്ത് വന്നു. ഈ ഭൂമിയെല്ലാം വാങ്ങി. അന്ന് കുളപ്പുറത്തെ ഭൂമി ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെതായിരുന്നു. ആ ആറോൻ വാങ്ങുന്നതിന് മുമ്പേ വളരെ ചുരുക്കം വീടുകളെ ഈ കുളപ്പുറത്തുണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലമാണ് കുറേ പരിയാരം സാനിറ്റോറിയത്തിന് കൊടുത്തു, ബാക്കി ഭൂദാന പ്രസ്ഥാനത്തിന് കൊടുത്തു. അങ്ങനെയൊക്കെ ആറോൻ ചെയ്തത്. ഈ ഭൂമി അന്ന് കാടെല്ലാം ഒരു ഭാഗം വെട്ടിത്തെളിച്ച് ആദ്യം തോട്ടമാക്കി മാറ്റി. അതിനുശേഷമാണ് ഏകദേശം 1932 ശേഷമാണ് ഇങ്ങനെ ഒരു കമ്പനി, ഹാൻഡ്ലൂം കമ്പനി സ്ഥാപിക്കുന്നതിനെ പറ്റി ആലോചിച്ചത്. അങ്ങനെ ഇവിടെ കമ്പനി ആരംഭിച്ചു. ആ കമ്പനി ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണൂരിൽ ബാസൽ മിഷ്യൻ്റെ ഒരു നെയ്ത്ത് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ബാസൽ മിഷ്യൻ്റെ നെയ്ത്ത് കമ്പനിയിൽ നിന്ന് കൂടി മനസ്സിലാക്കിയിട്ടാണ് ആറോനും അതേപോലത്തെ ഒരു കമ്പനി കുളപ്പുറത്ത് സ്ഥാപിച്ചത്. ആദ്യമായി സ്ഥാപിച്ചത് നെയ്ത്ത് കമ്പനിയാണ്, ഹാൻഡ്ലൂം വീവിങ് ഫാക്ടറിയാണ്. അതിൽ തൊഴിലാളികളായിട്ട് കുറേ ആളുകൾ ഈ നാട്ടിലും ഏഴോം, കുഞ്ഞിമംഗലം, കടന്നപ്പള്ളി അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികൾ നെയ്ത്ത് പരിശീലിക്കുകയും നെയ്ത്ത് തൊഴിലാളികളെയും മാറുകയും ചെയ്തു. പിന്നീട് അത് വലിയൊരു വളർച്ചയുണ്ടായി. കമ്പനി കൂടുതൽ വികസിതമായി. കൂടുതൽ തൊഴിലാളികൾ പല ഭാഗത്തുനിന്നും വന്ന് ഇവിടെ തൊഴിലെടുക്കാൻ വേണ്ടി തുടങ്ങി. എൻ്റെ അറിവ് പ്രകാരം 1952 ആണ് സ്പിന്നിങ് ആൻഡ് വീവിങ് മിൽ എന്ന സ്ഥാപനം, കുളപ്പുറം സ്പിന്നിങ് ആൻഡ് വീവിങ് മിൽ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ആ സമയത്ത് ഈ സ്പിന്നിങ് മില്ലിൽ ജോലി ചെയ്യാൻ പരിചയമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. പാപ്പിനിശ്ശേരി ആറോൻ ഉൾപ്പെടെ കുറച്ചുപേരെ ചേർത്ത് സംയുക്ത സംരംഭമായി തുടങ്ങിയിട്ടുള്ള വെസ്റ്റേൺ ഇന്ത്യ കോട്ടൺസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ചിലരും അവിടെ പരിശീലനം നേടിയിട്ടുള്ള ചില ആളുകളും പാപ്പിനിശ്ശേരി ഭാഗത്തു നിന്നും, അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലാണെന്ന് തോന്നുന്നു, കൊടക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശം, അങ്ങനെ പല ഭാഗത്തു നിന്നും ഇതിൽ പരിചയമുള്ള ആളുകളെ ആറോൻ തന്നെ മുൻകൈയെടുത്ത് ഇവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഈ എസ്റ്റേറ്റിൻ്റെ പല ഭാഗത്തായിട്ട്, തോട്ടത്തിൻ്റെ പല ഭാഗത്തായിട്ട് വീടുകൾ വെച്ചു കൊടുക്കുന്നു. അവരവിടെ താമസിച്ച് ഈ സ്പിന്നിങ് മില്ലിലത്തെ തൊഴിലാളികളായിട്ട് മാറി.
അത് ഏകദേശം നല്ല നിലയിൽ വളർന്നു വന്ന ഒരു വ്യവസായമായിരുന്നു. കുളപ്പുറത്തുനിന്ന് 2 വീവിങ് ഫാക്ടറിയും സ്പിന്നിങ് ആൻഡ് വീവിങ്ങിലും കൂടി ഏകദേശം നേരിട്ടും അല്ലാതെയും 1000-ഓളം തൊഴിലാളികളുടെ ഒരു ജീവിത മാർഗമായിരുന്നു കുളപ്പുറം. അന്ന് എൻ്റെ ഈ വീട്ടിലിരുന്നാൽ രാത്രി കാലങ്ങളിൽ വീട്ടിൽ ഇറയത്തൊന്നും ലൈറ്റ് വേണ്ട. കാരണം സ്പിന്നിങ് ആൻഡ് വീവിങ് മില്ലിൻ്റെ നേരെ എതിർഭാഗത്താണ് ഈ വീട്. അവിടുത്തെ ലൈറ്റ് കൃത്യമായിട്ടും ഈ വീട്ടിലെല്ലാം ഇറയത്തൊക്കെ കിട്ടും. അപ്പോൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെക്കേണ്ട ചിമ്മിണി വിളക്കാണല്ലോ അന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ വീട്ടിലൊന്നും കറണ്ടില്ല. ഈ കമ്പനിയിലേക്ക് ആവശ്യമായിട്ടാണ് ആദ്യമായിട്ട് കുളപ്പുറത്ത് വൈദ്യുതി വരുന്നത്. അത് 1950 കൂടിയാണ്. അതേപോലെ തന്നെ ടെലിഫോൺ ആ കാലത്ത് വളപട്ടണം എക്സ്ചേഞ്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ വളപട്ടണം എക്സ്ചേഞ്ചിൽ നിന്ന് കിലോമീറ്റർ ദൂരത്തിൽ ലൈൻ വലിച്ചുകൊണ്ട് പൈപ്പിൻ്റെ തൂണ് സ്ഥാപിച്ചുകൊണ്ട് ടെലിഫോൺ ഈ കുളപ്പുറം കമ്പനിയിലേക്ക് കണക്ഷൻ കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് ചെറുതാഴം പഞ്ചായത്തിൽ ആദ്യമായിട്ട് ടെലിഫോൺ വന്നത്, ആദ്യമായിട്ട് വൈദ്യുതി വന്നത് ഒക്കെ കുളപ്പുറത്താണ്. അത് ഈ 2 ഫാക്ടറികളിലാണ്, അല്ലാതെ വീടുകളിലൊന്നല്ല. വീടുകളിലെല്ലാം പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് വൈദ്യുതി വരുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു ആറോൻ ഇവിടെ വരികയും സ്ഥലമെടുത്തതെന്നും പറഞ്ഞല്ലോ. 900 ഏക്കർ സ്ഥലമാണ് ആറോൻ വാങ്ങിയത്. ഈ കാട് പിടിച്ചു കിടക്കുന്ന ഇവിടെ വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു അത്രേ. നമ്മൾ പഴയ സിനിമയിൽ ബാലൻ നായരൊക്കെ അഭിനയിച്ച സിനിമയിൽ കാണാറുണ്ടല്ലോ, വലിയ ഹുക്കയൊക്കെ വലിച്ച് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവുന്ന വലിയ ആളുകള് ബംഗ്ലാവൊക്കെ കാണാറുണ്ടല്ലോ. അതുപോലെയായിരുന്നു ഈ നാട്ടുകാരുടെ ഓർമ്മയിൽ ഈ ആറോൻ, സുമിത്രൻ ആറോൻ എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകള്. അപ്പൊ അവരൊക്കെ മൂപ്പര്, സുമിത്രൻ മൂപ്പര് എന്നൊക്കെയാണ് ഈ നാട്ടുകാര് വിളിച്ചിരുന്നതും. അതുപോലെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ന് തന്നെ പറയാം ഈ നെയ്ത്ത് കമ്പനി ഇവിടെ ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ആളുകൾക്ക് ഇവിടെ ജോലി നൽകിയിരുന്നു. ഈ കമ്പനിയിൽ വന്ന് ജോലി ചെയ്യാത്തവർക്ക് ഈ ചെറിയ രീതിയിൽ നൂല് കെട്ടുന്നതും നൂല് നൂൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ വീട്ടിൽ ചെയ്യാമായിരുന്നു. ഇവിടെ വന്ന് നൂല് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് പണി ചെയ്യാമായിരുന്നു. അത്രത്തോളം ഇവിടുത്തെ ഒരു സാമ്പത്തിക ഭദ്രത ഈ കമ്പനിയുമായി തന്നെ ഉണ്ടായിരുന്നു. ആദ്യം ഏക്കർ കണക്കിന് സ്ഥലം എടുക്കുകയും ഇവിടെ പല കാർഷിക വൃത്തിയൊക്കെ ചെയ്യുകയായിരുന്നു ആറും കുടുംബം ചെയ്തത്. പിന്നീടാണ് ഇങ്ങനെ കമ്പനി നടത്തുകയും തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ ജോലി നൽകുകയും മറ്റു പ്രഗത്ഭരായ തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ എസ്റ്റേറ്റിന്റെ തന്നെ പലയിടങ്ങളിൽ വീടുകൾ ഒരുക്കി തൊഴിലാളികളെ താമസിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതുപോലെ നമ്മുടെ പരിയാരം TB സാനിറ്റോറിയത്തിന് 300 ഏക്കർ സ്ഥലമാണ് ഈ ആറോൻ കുടുംബം വെറുതെ നൽകിയിരിക്കുന്നത്. അത്രത്തോളം ഈ നാട്ടിലെ ആളുകൾക്ക് അസുഖം വരികയാണെങ്കിൽ ഈ TB സാനിറ്റോറിയത്തിലേക്ക്, എല്ലാ അസുഖങ്ങൾക്കും വന്ന് TB സാനിറ്റോറിയത്തിനെയാണ് ഈ നാട്ടുകാരെ ആശ്രയിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ വാഹനം പോലും, അന്ന് മറ്റാർക്കും വാഹനമൊന്നും ഇല്ല, ഈ ആറോൻ കുടുംബത്തിനുള്ള ഈ കമ്പനിയിലേക്കുള്ള ഒട്ടേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതിലായിരുന്നു ആളുകളെ കൊണ്ടുപോയിരുന്നത്. അതുപോലെ ടെലിഫോൺ വന്നത്, വൈദ്യുതി വന്നതും ഒക്കെ ഈ കമ്പനിയിലേക്കായിരുന്നു. അതുപോലെ ഈ ബംഗ്ലാവിലൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ കണ്ടത്. ഒരു നഗരത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കൂടി ആ കാലത്ത് തന്നെ ജീവിക്കാൻ ഈ ആറോൻ കുടുംബത്തിന്റെയും അതുപോലെ ഈ കമ്പനിയുടെയൊക്കെ ഒരു പ്രതാപകാലത്ത് നടന്നിരുന്നു. പിന്നീട് ഈ വൈദേശികമായിട്ടുള്ള കമ്പനികളുടെയൊക്കെ അതിപ്രസരം, മറ്റു വസ്ത്രങ്ങളൊക്കെ വന്ന സമയത്ത് വളരെ ഇവിടെയുള്ള നെയ്ത്ത് ശാലകൾക്കൊക്കെ തൊഴിൽ കുറഞ്ഞ സമയത്ത് അതിന്റെ ആ ഒരു പ്രതാപകാലം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അന്ന് ഈ കമ്പനി ഇന്നും അതുപോലെ നടന്നു പോവുകയാണെങ്കിൽ ഈ ചെറുതാഴം പഞ്ചായത്തിലെ തന്നെ ഏറ്റവും അതിസമ്പന്നമായ സ്ഥലമായി കുളപ്പുറം മാറിയിരുന്നേനെ എന്ന് വളരെ സന്തോഷപൂർവ്വമാണോ അല്ലെങ്കിൽ ചെറിയ വേദനയോടെയാണോ നാട്ടുകാർ ഓർക്കുകയാണ്. എണ്ണമറ്റ തൊഴിൽ സമരങ്ങൾ ഇവിടെ ഉണ്ടായി. ആദ്യകാലത്ത് സഖാവ് പയ്യരട്ട നെയ്ത്ത് തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം സ്പിന്നിങ് ആൻഡ് വീവിങ് മിൽ വന്നതോടുകൂടി പ്രഗത്ഭരായിട്ട് ഒട്ടേറെ നേതാക്കൾ ഇവിടെ വരികയും ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുകയും അതിൻ്റെ നേതാക്കളായി വരികയൊക്കെ ചെയ്തു. അതിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് വില്യം സ്നെലക്സ് എന്ന് പറയുന്ന കണ്ണൂർ ഭരണശ്ശേരിക്കാരനായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ ഇവിടെ വന്നുവെന്നും ഇവിടെ കമ്പനിക്ക് പുറത്തുള്ള ബാർബർ ഷാപ്പിൽ ഇരുന്നുവെന്നും വരുന്ന തൊഴിലാളികളെ ഓരോ ആളുകളെയായിട്ട് കണ്ട് സംസാരിച്ചുവെന്നും, അങ്ങനെ സംസാരിച്ചപ്പോൾ സഖാവ് പയ്യറ്റ ഉൾപ്പെടെ ഒരു 5-6 പേരെ ഇതിനനുകൂലമായി കിട്ടിയെന്നും, അങ്ങനെയാണ് ആദ്യമായിട്ടൊരു ട്രേഡ് യൂണിയൻ സഖാവ് പയ്യറ്റ രാമാട്ടൻ സെക്രട്ടറി ആയിട്ട് കുളപ്പുറം കമ്പനിയിൽ, ഹാൻഡ്ലൂം കമ്പനിയിൽ
രൂപീകരിക്കപ്പെട്ടത് എന്നുമാണ് പിന്നെ വസ്തുതകൾ അറിയാവുന്നവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം സ്പിന്നിങ് മിൽ വന്നപ്പോൾ സ്പിന്നിങ് കോട്ടൺസ് മിൽ പാപ്പിനിശ്ശേരി ആറോൺ സമരം, ആറോൺ കമ്പനി സമരം എന്നെല്ലാം 48 കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്ന അനുഭവങ്ങളുള്ള ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സഖാവ് സി കണ്ണനെ പോലെ ഉള്ള ആളുകൾ ഇവിടെ വന്ന് യൂണിയൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തു. അതേപോലെ വെങ്ങരിയിൽ നിന്ന് ജോലിക്ക് വരുന്ന ഒരു PP മൂന്നൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഇവിടുത്തെ യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് വളരെ കാലം സ്പിന്നിങ് മിൽ യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അതേപോലെ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന TV ചന്തുട്ടിയാട്ടൻ, അയാൾ ഈ കുളപ്പുറം മില്ലിൻ്റെ യൂണിയൻ്റെ നേതാവായിരുന്നു. അന്ന് AITUC ആണ്, 70 മാത്രമാണ് CAT വരുന്നത്. അപ്പോൾ ആ AITUC യൂണിയൻ നേതൃത്വം കൊടുത്തുകൊണ്ട് INTUC യൂണിയനും അന്നുണ്ട്. അപ്പോൾ ഈ 2 യൂണിയൻ നേതൃത്വം കൊടുത്തുകൊണ്ട് എണ്ണമറ്റ സമരങ്ങൾ നടന്നു. ആ സമരങ്ങളുടെ ഒരു പരിസമാപ്തി എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള സമരങ്ങൾ നടന്നു. ആ സമരങ്ങൾ നടന്ന് 68ഓടുകൂടെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് മത്തായി മാഞ്ഞൂരാൻ തൊഴിൽ മന്ത്രിയായിരുന്നു. മത്തായി മാഞ്ഞൂരാൻ ഒരു ദിവസം ഈ സമരമുഖത്തേക്ക് വന്നു. അദ്ദേഹം തൊഴിലാളികളുമായി സംസാരിച്ച് മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്ത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂർ വെച്ച് നടന്ന ചർച്ചയിൽ താൽക്കാലികമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടായി. ആ ഒത്തുതീർപ്പ് അനുസരിച്ച് 2-3 മാസം മാത്രമേ പിന്നീട് ഈ കമ്പനി, പവർലൂം കമ്പനി പ്രവർത്തിച്ചുള്ളൂ. 3 മാസം കഴിയുമ്പോഴേക്ക് മാനേജ്മെൻറ്റ് കമ്പനി ലോക്കൗട്ട് നോട്ടീസ് ഇട്ടു, പൂട്ടി. തൊഴിലാളികൾക്ക് കുറച്ചു കാലം പരിമിതമായിട്ടുള്ള വേതനം കൊടുത്തു, പിന്നീട് പൂർണ്ണമായിട്ട് അടച്ചു. ഏകദേശം 70 ആവുമ്പോഴേക്കും ഇവിടുത്തെ യന്ത്രങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിലുള്ള ഇത്തരം കമ്പനികൾ നടത്തുന്ന ഏതെല്ലോ ആളുകൾ വാങ്ങി ഇവിടുന്ന് കൊണ്ടുപോയി വില കൊടുത്ത് വാങ്ങി എല്ലാ യന്ത്രങ്ങളും, ഈ സ്പിന്നിങ് മില്ലിൻ്റെ എല്ലാ യന്ത്രങ്ങളും അവർ കൊണ്ടുപോയി. അതിനുശേഷം 70-71 കാലഘട്ടത്തിൽ ഈ പവർലൂമിൻ്റെ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ട് നെയ്ത്ത് കമ്പനികൾ ആരംഭിച്ചു. അതിൽ നെയ്ത്ത് കമ്പനികൾ ആരംഭിച്ചത് പഴയ കമ്പനി തൊഴിലാളി ആയിരുന്ന ആമ്പർത്ത് നാരായണ പൊതുവാൾ, അതേപോലെ തന്നെ സത്യൻ മേസ്ത്രി, വിളയാങ്കോടുണ്ടായിരുന്ന EV നാരായണൻ, അതേപോലെ തന്നെ CC കേളു, കുഞ്ഞിക്കരിമ്പൻ, ഇവരെല്ലാം ഈ കമ്പനിയിൽ ബിൽഡിങ്ങിൽ നെയ്ത്ത് കമ്പനി തുടങ്ങി. അങ്ങനെ കുറേ ശാഖകളായിട്ട് നെയ്ത്ത് കമ്പനി വികസിച്ചു വന്നു. ഇപ്പോൾ കൈത്തറി പൊതുവെ ലോക മാർക്കറ്റിൽ മത്സരങ്ങൾ വന്നു. ആ മത്സരത്തിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. 90കളിൽ ഇത് വിറ്റു. ഈ കമ്പനിയും അതിൻ്റെ കോമ്പൗണ്ട് ചുറ്റും ഉള്ള ഏക്കർ കണക്കിന് സ്ഥലം മസ്കോട്ട് ഫാബ്രിക്സ് എന്ന് പറയുന്ന ചെറുക്കലുള്ള ഒരു വ്യവസായിക്ക് വിറ്റു. ആ വ്യവസായി പിന്നീട് കുറച്ചു കാലം നടത്തി. അവരും ഈ രംഗം കൈയൊഴിഞ്ഞു. ഇപ്പോൾ മസ്കോട്ടിൻ്റെ കയ്യിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത്. അതിൽ കുറേ സ്ഥലം അവർ വിറ്റു. പഴയ കമ്പനി ആയിട്ടുള്ള നെയ്ത്ത് കമ്പനിയുടെ സ്ഥലം പൂർണ്ണമായിട്ടും ഏതോ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വിറ്റ് കഴിഞ്ഞു. ഇതും വിൽക്കാനുള്ള പുറപ്പാടിലാണ് ഇതുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, കുളപ്പുറം ഒരു കാലത്ത് ഒരു നഗര തുല്യമായ ജീവിത വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു ആറോൺ ഇവിടെ വരികയും സ്ഥലമെടുത്തതെന്നും പറഞ്ഞല്ലോ. 900 ഏക്കർ സ്ഥലമാണ് ആറോൺ വാങ്ങിയത്. ഈ കാട് പിടിച്ചു കിടക്കുന്ന ഇവിടെ വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു അത്രേ. നമ്മൾ പഴയ സിനിമയിൽ ബാൻകെ നായരൊക്കെ അഭിനയിച്ച സിനിമയിൽ കാണാറുണ്ടല്ലോ, വലിയ ഹുക്കയൊക്കെ വലിച്ച് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവുന്ന വലിയ ആളുകള് ബംഗ്ലാവൊക്കെ കാണാറുണ്ടല്ലോ. അതുപോലെയായിരുന്നു ഈ നാട്ടുകാരുടെ ഓർമ്മയില് ഈ ആറോൺ, സുമിത്രൻ ആറോൺ എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകള്. അപ്പൊ അവരൊക്കെ മൂപ്പര്, സുമിത്രൻ മൂപ്പര് എന്നൊക്കെയാണ് ഈ നാട്ടുകാര് വിളിച്ചിരുന്നതും. ഈ കമ്പനിയിൽ വന്ന് ജോലി ചെയ്യാത്തവർക്ക് ഈ ചെറിയ രീതിയിൽ നൂല് കെട്ടുന്നതും നൂല് നൂൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ വീട്ടിൽ ചെയ്യാമായിരുന്നു. ഇവിടെ വന്ന് നൂല് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് പണി ചെയ്യാമായിരുന്നു. അത്രത്തോളം ഇവിടുത്തെ ഒരു സാമ്പത്തിക ഭദ്രത ഈ കമ്പനിയുമായി തന്നെ ഉണ്ടായിരുന്നു. ആദ്യം ഏക്കർ കണക്കിന് സ്ഥലം എടുക്കുകയും ഇവിടെ പല കാർഷിക വൃത്തിയൊക്കെ ചെയ്യുകയായിരുന്നു ആറും കുടുംബം ചെയ്തത്. പിന്നീടാണ് ഇങ്ങനെ
കമ്പനി നടത്തുകയും തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ ജോലി നൽകുകയും മറ്റ് പ്രഗത്ഭരായ തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ എസ്റ്റേറ്റിന്റെ തന്നെ പലയിടങ്ങളിൽ വീടുകൾ ഒരുക്കി തൊഴിലാളികളെ താമസിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതുപോലെ നമ്മുടെ TB സാനിറ്റോറിയത്തിന് 300 ഏക്കർ സ്ഥലമാണ് ഈ ആറോൺ കുടുംബം വെറുതെ നൽകിയിരിക്കുന്നത്. അത്രത്തോളം ഈ നാട്ടിലെ ആളുകൾക്ക് അസുഖം വരികയാണെങ്കിൽ ഈ TB സാനിറ്റോറിയത്തിലേക്ക് എല്ലാ അസുഖങ്ങൾക്കും വന്ന് TB സാനിറ്റോറിയത്തിനെയാണ് ഈ നാട്ടുകാർ ആശ്രയിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ വാഹനം പോലും അന്ന് മറ്റാർക്കും വാഹനമൊന്നും ഇല്ല. ഈ ആറോൺ കുടുംബത്തിനുള്ള ഈ കമ്പനിയിലേക്കുള്ള ഒട്ടേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതിലായിരുന്നു ആളുകളെ കൊണ്ടുപോയിരുന്നത്. പിന്നീട് ഈ വൈദേശികമായിട്ടുള്ള കമ്പനികളുടെയൊക്കെ അതിപ്രസരം മറ്റു വസ്ത്രങ്ങളൊക്കെ വന്ന സമയത്ത് വളരെ ഇവിടെയുള്ള നെയ്ത്ത് ശാലകൾക്കൊക്കെ തൊഴിൽ കുറഞ്ഞ സമയത്ത് അതിന്റെ ആ ഒരു പ്രതാപകാലം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അന്ന് ഈ കമ്പനി ഇന്നും അതുപോലെ നടന്നു പോവുകയാണെങ്കിൽ ഈ ചെറുതാഴം പഞ്ചായത്തിലെ തന്നെ ഏറ്റവും അതിസമ്പന്നമായ സ്ഥലമായി ഈ കുളപ്പുറം മാറിയിരുന്നേനെ എന്ന് വളരെ സന്തോഷപൂർവ്വമാണോ അല്ലെങ്കിൽ ചെറിയ വേദനയോടെയാണോ നാട്ടുകാർ ഓർക്കുകയാണ്? ധാരാളം ഹോട്ടലുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ബാർബർ ഷാപ്പ്, അങ്ങനെ ചാത്തൂട്ടിയേട്ടൻ ബാർബർ ഷാപ്പ് പൂട്ടിപ്പോയതിന് ശേഷം 48 കാലത്തുള്ള പിന്നെ മർദ്ദനങ്ങൾക്കെല്ലാം ഇരയായിരുന്നു അയാളൊരു ഉത്തമ കമ്മ്യൂണിസ്റ്റായിരുന്നു മരിക്കുന്നത് വരെ. അയാൾ പോയതിന് ശേഷം അയാളുടെ അനുജൻ കുഞ്ഞിരാമേട്ടൻ ഇവിടെ ബാർബർ ഷാപ്പ് തുടങ്ങി. എൻ്റെ അറിവിൽ കുഞ്ഞിരാമേട്ടനാണ് ബാർബർ ഷാപ്പ് നടത്തിയിരുന്നത്. അയാളും ഈ കമ്പനി പൂട്ടുന്നതോടുകൂടെ അതൊക്കെ പോയി. ഒരു 2 ഹോട്ടൽ ഉണ്ടായിരുന്നു. രാമേട്ടൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടുന്ന 2 ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ 2 ഹോട്ടലും പൂട്ടിപ്പോയി. ഇപ്പം എന്തായെന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമത്തിൻ്റെ പ്രതീതി. ഇപ്പം കമ്പനിയിൽ വർക്കൊന്നും നടക്കുന്നില്ല. ഇവിടുത്തെ ഡൈ ഹൗസ് മസ്കോട്ട് ഫാബ്രിക്സിൻ്റെ ഒരു റിലേഷനിൽപ്പെട്ട ഒരു ഗ്രൂപ്പ്, ഒരു കമ്പനി നടത്തുന്ന ഗ്രൂപ്പ് ഡൈ ഹൗസ് ഉപയോഗിച്ച് ചിലർ അവരുടെ ജോലികൾ അവരെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടായിട്ടുള്ള ഡൈയിങ് പ്രവൃത്തികൾ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ കുളപ്പുറത്ത് ഇപ്പം വ്യവസായം എന്ന് പറഞ്ഞ് നടക്കാൻ ഒന്നുമില്ല. വ്യവസായം നിലനിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. കുളപ്പുറം ഇപ്പം വീണ്ടും ഒരു പഴയ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിലും കുറേ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ഗ്രാമത്തിൻ്റെ പ്രതീതി നിലനിൽക്കുന്ന പ്രദേശം തന്നെയായിട്ട് മാറി. ഈ 2 കമ്പനികളും നിലനിന്നിരുന്നുവെങ്കിൽ ചെറുതാഴം വില്ലേജിലത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു പട്ടണമായിട്ട് ഈ കുളപ്പുറം പ്രദേശവും വിളയാങ്കോടും ഉൾപ്പെടുന്ന ഭാഗം മാറുമായിരുന്നു. ഈ കമ്പനിയുടെ ചരിത്രം പറയുമ്പോൾ ഞാനെല്ലാം വളരെ ഖേദത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു പിറകോട്ടടിയെപ്പറ്റി ചിന്തിക്കാറുള്ളത്. പല ഘട്ടങ്ങളിലും പത്രപ്രവർത്തകരായിട്ടുള്ള പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വാർത്തകൾ ശേഖരിച്ച് ചരിത്രം ജനങ്ങൾക്ക് അറിയത്തക്ക രീതിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന രീതിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ചെറിയ ചില ശ്രമങ്ങളെല്ലാം ചില പത്രപ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. പക്ഷേ വിപുലമായിട്ടുള്ള രീതിയിൽ ഇതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കുളപ്പുറത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതിന് വേറൊരു ഭാഗം കൂടിയുണ്ട്. തൊഴിലാളികൾ വന്നു, തൊഴിലാളി സമരങ്ങൾ വന്നു. ആ തൊഴിലാളി സമരങ്ങൾ പലതും വിജയിച്ചു. ആ പോരാട്ടങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ ഘട്ടം മുതൽ 1937 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഖാവ് പയ്യർട്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തു. അതോടുകൂടി തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി ഈ കുളപ്പുറം മാറി. ചെറുതാഴം വില്ലേജിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയ ഒരു പ്രദേശം യഥാർത്ഥത്തിൽ കുളപ്പുറമായിരുന്നു. കുളപ്പുറത്തെ തൊഴിലാളികളുടെ സംഭാവന, തുച്ഛമായ കാശ്, അവരെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, കർഷക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം എല്ലാ കാലങ്ങളിൽ നൽകിയിട്ടുണ്ട്. പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ, തൊഴിലാളി യൂണിയൻ പ്രവർത്തനം മാത്രമല്ല, കലാ സാംസ്കാരിക രംഗത്ത് അന്ന് വലിയ ഒരു കേന്ദ്രമായിരുന്നു കുളപ്പുറം. കമ്പനിയെ അടിസ്ഥാനപ്പെടുത്തി കുളപ്പുറം ജനകീയ കലാസമിതി, അതേപോലെ തന്നെ വേറെ ചില പേരുകൾ ഞാൻ ഓർക്കുന്നില്ല, 2-3 കലാസമിതികളൊക്കെ ഈ കുളപ്പുറം കമ്പനിയിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തൊഴിലാളികളുടെ കലാപ്രകടനങ്ങൾ, നാടകം പഠിക്കുക, ആ നാടകം അവതരിപ്പിക്കുക, അങ്ങനെ ഉള്ള കലാപ്രവർത്തനങ്ങളും ഈ തൊഴിലിനോടൊപ്പം തന്നെ നടന്നിട്ടുണ്ട്. കുളപ്പുറം എക്സൽഷ്യർ കലാ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏഴോത്തുള്ള സഖാവ് CV കുഞ്ഞിരാമേട്ടൻ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ ഹാൻഡ്ലൂം കമ്പനിയിൽ രൂപീകരിച്ച സാംസ്കാരിക വേദി എണ്ണമറ്റ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഈ പിന്നെ കമ്പനി കുറേ കാലം നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോയി. അന്നത്തെല്ലാം നല്ല കാലഘട്ടമാണ് 75. പിന്നെ ഈ കോറേൻ്റെ ടൈപ്പ് സമയത്തെല്ലാം കോറത്തുണി അത് 20 കൊണ്ട് നെയ്യുന്നതാണ്. ചുരുങ്ങിയ നൂലും മറ്റേ ഇതെല്ലാമായിട്ട് ഒരുപാട് നല്ല വിവിധമായിട്ടുള്ള തുണികൾ ഉണ്ടാകും. ഭയങ്കരമായിട്ട് ഓർഡർ ഉണ്ടായത് അന്ന്. ഒരു സാഹചര്യത്തിൽ അത് പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. അതിൻ്റെ ഇതെല്ലാം പോയി. പിന്നെ നെയ്ത്തേ പോയി. അങ്ങനെ എല്ലാ മേഖലയും സ്തംഭിച്ച പോലെയായി ആ സമയത്ത്. പിന്നെ ഇവർക്ക് വേറെ ഹാൻഡ്ലൂമിൻ്റെ നല്ല ഓർഡർ അന്നേരം കുറേ അല്ലാണ്ട് തന്നെ ഉണ്ടായിന്. അതെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. എക്സൽസിയറിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് പൂട്ടാൻ കാരണം. പൂട്ടിയിട്ട് രണ്ടാമത് പൂട്ടുന്നില്ല, കണ്ടിന്യൂ ആയിട്ട് ഇവർക്ക് കൈമാറുമായിരുന്നു മസ്കോട്ട് വരുന്ന സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള പണിയാണ്. അപ്പോൾ ആർക്കും ഒന്നും ഒരു ഇതും പറയാൻ കഴിയില്ല. അത്രയ്ക്ക് ഭയങ്കര പണിയാണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ മുക്കും ഇഷ്ടം പോലെ നൂല്, കണക്കില്ലാത്ത നൂല് മുക്കിയിട്ടിരുന്ന് പോകും. അതെല്ലാം പ്രൊഡക്ഷനായിട്ട് അന്നേരം ഭയങ്കര പ്രൊഡക്ഷൻ ഉണ്ടായി. ഈ കമ്പനി എടുത്ത ഇതന്നെ അവർക്ക് 1-2 കൊല്ലത്തോളം ഈ കമ്പനീൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയും.